പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഉപകോശ എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ഇവളുടെ വിവാഹം വരരുചി എന്നു പേരായ ഒരു യുവാവുമായിട്ട് തീരുമാനിക്കപ്പെട്ടിരുന്നു. വിവാഹം നടക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് വരരുചിക്ക് ഹിമാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകണം എന്നൊരാഗ്രഹം തോന്നി. അദ്ദേഹം ഉപകോശയോട് വന്ന് യാത്ര പറഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് പോയി. ഞാൻ വളരെ വേഗം തിരിച്ചു വരുന്നത് വരെ എന്നെ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരരുചി പോയത്. ഈ വരരുചി വളരെ ധനികനായ ഒരാളായിരുന്നു. വരരുചി പോകുന്നതിന് മുമ്പ് ഉപകോശയോട് പറഞ്ഞു, നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എൻ്റെ സുഹൃത്തായ ഹിരണ്യഗുപ്തനോട് ചോദിച്ചാൽ മതി. ഞാൻ പണം ഹിരണ്യഗുപ്തനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ നിനക്ക് ആവശ്യമുള്ള പണം തന്നോളും. അപ്പോൾ ഉപകോശ പറഞ്ഞു, എനിക്ക് തൽക്കാലം പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ചോദിച്ചോളാം, നിങ്ങൾ വേഗം പോയിട്ട് വന്നാൽ മതി. അങ്ങനെ ഉപകോശയോട് യാത്ര പറഞ്ഞിട്ട് വരരുചി ഹിമാലയത്തിലേക്ക് പോയി. വരരുചിയെ കാത്ത് ഉപകോശ അങ്ങനെ ഇരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. വരരുചിയെപ്പറ്റി ഒരു വിവരവുമില്ല. അങ്ങനെ കാലം കടന്നുപോയി. ഈ ഉപകോശ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നദിയിൽ പോയി കുളിച്ച് പിന്നീട് വീട്ടിൽ വന്ന് വസ്ത്രമൊക്കെ മാറിയിട്ട് കുറേ പൂക്കളൊക്കെ പറിച്ച് ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഉപകോശ ഒരിക്കൽ കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാജ്യത്തെ മന്ത്രി ആ വഴി വന്നു. രാജകൊട്ടാരത്തിലെ സഭയിൽ പോലും ഇത്രയധികം സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ മന്ത്രി കണ്ടിട്ടുണ്ടായിരുന്നില്ല. മന്ത്രി അടുത്ത് ചെന്ന് ഉപകോശയോട് അവൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉപകോശ തന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു, നീ എത്ര സുന്ദരിയായിരിക്കുന്നു, നീ എൻ്റെ കൂടെ രാജകൊട്ടാരത്തിലേക്ക് വരണം, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉപകോശ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, കാരണം ഞാൻ വരരുചി എന്നൊരാളുമായിട്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ടതാണ്. അദ്ദേഹം തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്, വന്നാലുടനെ ഞങ്ങളുടെ വിവാഹം നടക്കും. മന്ത്രി സമ്മതിച്ചില്ല. മന്ത്രി പറഞ്ഞു, ഇയാൾ ഹിമാലയത്തിലേക്കല്ലേ പോയിരിക്കുന്നത്, തിരിച്ചു വരും എന്ന് ആർക്കറിയാം, വളരെ അപകടം പിടിച്ച വഴിയാണ്, അതുകൊണ്ട് അയാളെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ രാജ്യത്തെ മന്ത്രിയാണ്, സമ്പന്നനാണ്, എനിക്ക് വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എല്ലാ സമ്പത്തും നൽകി വളരെ സുഖമായിട്ട് വാഴിക്കാം. അപ്പോഴും ഉപകോശ പറഞ്ഞു, ഇത് സാധ്യമല്ല, ഞാനൊരാൾക്ക് വാക്ക് കൊടുത്തതാണ്, അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷേ ഈ മന്ത്രി എന്ത് പറഞ്ഞിട്ടും ഉപകോശയുടെ പിന്നിൽ നിന്ന് പോയതേ ഇല്ല. അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സഹികെട്ട് ഉപകോശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. നമ്മുടെ രാജ്യത്തെ വസന്ത പഞ്ചമി ഉത്സവം വരികയാണല്ലോ അടുത്ത ആഴ്ച. അന്ന് അങ്ങ് സന്ധ്യ കഴിയുമ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് വരണം, അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനത്തിലെത്താം. അങ്ങനെ ഒരു വിധത്തിൽ മന്ത്രി ഒഴിവാക്കി ഉപകോശ വീട്ടിലേക്ക് പോയി. ഒരു 2 ദിവസം കഴിഞ്ഞു. ഉപകോശ രാജ്യത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ കണ്ടു. രാജ്യത്തെ വലിയ ഉദ്യോഗസ്ഥനാണ് ഖജനാവ് സൂക്ഷിപ്പുകാരൻ. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഉപകോശയെ കണ്ടത്. സുന്ദരിയായ ഒരു യുവതിയെ കണ്ടിട്ട് അയാൾ അവിടെ നിന്നു. എന്നിട്ട് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉപകോശ പറഞ്ഞു, എൻ്റെ പേര് ഉപകോശ എന്നാണ്, ഞാൻ ഈ നാട്ടിലെ ഒരു പ്രജയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. നിന്നെപ്പോലൊരു സുന്ദരി ഇങ്ങനെ ഒരു സാധാരണക്കാരിയായിട്ട് ജീവിക്കുകയല്ല വേണ്ടത്, നീ എന്നെപ്പോലെ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിട്ടിരിക്കണം, അതുകൊണ്ട് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമാണ്, എൻ്റെ കൂടെ വരണം. അപ്പോൾ ഉപകോശ പറഞ്ഞു, അത് പറ്റില്ല, എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന വരരുചി ഹിമാലയത്തിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്, അദ്ദേഹം തിരിച്ചു വന്നതുകൊണ്ട് എൻ്റെ വിവാഹം നടക്കും. അപ്പോൾ ഈ ഖജനാവ് സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, അത് നടക്കില്ല, കാരണം എനിക്കാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്, നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, എനിക്ക് ഈ രാജ്യത്ത് എത്രയധികം സ്വാധീനമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ, അതറിയുമായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ഇയാൾ അപകടകാരിയാണ് എന്ന് ഉപകോശയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഉപകോശ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, വസന്ത പഞ്ചമി ഉത്സവം നടക്കുകയല്ലേ, അടുത്ത ആഴ്ച വസന്ത പഞ്ചമി ദിവസം ഒരു അർദ്ധരാത്രി ആകുമ്പോഴേക്കും അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരണം. അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ പൂജകളൊക്കെ തീരും, അന്നേരം നമുക്ക് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഒരിടത്തിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഈ ഖജനാവ് സൂക്ഷിപ്പുകാരൻ അതും സമ്മതിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഉപകോശ ആകെ വിഷമത്തിലായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. വസന്ത പഞ്ചമിയുടെ തലേ ദിവസം ഉപകോശ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ന്യായാധിപനെ കണ്ടു. രാജ്യത്തെ ന്യായാധിപൻ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഉപകോശ വരുന്നത് കണ്ടത്. ഉപകോശയെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഈ ന്യായാധിപനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ അവിടെ നിന്നിട്ട് ഇതാരാണെന്ന് ചോദിച്ചു. ഉപകോശ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ ഒരാളാണ്, എൻ്റെ പേര് ഉപകോശ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ന്യായാധിപനാണ്, മുഖ്യ ന്യായാധിപൻ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. അപ്പോൾ ഉപകോശ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, കാരണം എൻ്റെ വിവാഹം തീരുമാനിച്ചതാണ്, എൻ്റെ പ്രതിശ്രുതവരനായ വരരുചി ഹിമാലയത്തിൽ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ തിരിച്ചു വരും, അതുകൊണ്ട്
എനിക്ക് മറ്റു വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ന്യായാധിപൻ പറഞ്ഞു, ഞാൻ ന്യായാധിപനാണ്, എന്നെപ്പോലെ ശക്തനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ നമ്മുടെ രാജ്യത്തില്ല, അതുകൊണ്ട് എന്നെ പിണക്കുന്നത് നിനക്ക് ഒട്ടും നന്നാവില്ല. നീ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ന്യായാധിപൻ്റെ അടുത്തൊക്കെ വരേണ്ടി വരും. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്ക് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ടി വരില്ല. നീ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീയായിട്ട് തീരും നമ്മുടെ രാജ്യത്തെ, അതുകൊണ്ട് നീ എതിർത്തൊന്നും പറയണ്ട, വിവാഹത്തിന് സമ്മതിച്ചേ തീരൂ. അപ്പോൾ ഉപഘോഷ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വസന്ത പഞ്ചമി ദിവസം പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രി ഒരുപാടാകുമല്ലോ, അന്ന് പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് അങ്ങ് എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ഇതും പറഞ്ഞ് ന്യായാധിപനെ ഉപഘോഷ പറഞ്ഞു വിട്ടു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഉപഘോഷയ്ക്ക് ആകെ വിഷമമായി. ഇങ്ങനെ 3 പേരുണ്ട്, ഇവർ 3 പേരും ഇങ്ങനെ ഭയങ്കര നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ് വിവാഹം കഴിക്കണമെന്ന്. വരരുചി എന്ന് വരും എന്നൊന്നും അറിയാനും പറ്റുന്നില്ല, ഒരു വിവരവും ഇല്ല. ഉപഘോഷം നാട് വിട്ട് പോകാൻ തീരുമാനിച്ചു. നാട് വിട്ട് വരരുചി വരുന്നത് വരെ താമസിക്കണമെങ്കിൽ കുറച്ചേറെ പണം വേണ്ടി വരും, മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഉപഘോഷം നേരെ ഹിരണ്യഗുപ്തൻ്റെ അടുത്തേക്ക് ചെന്നു. ഹിരണ്യഗുപ്തൻ നാട്ടിലെ ഏറ്റവും വലിയൊരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ആ കച്ചവടക്കാരൻ്റെ അടുത്ത് എന്നിട്ട് അവൾ വരരുചി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണത്തിൽ നിന്ന് കുറച്ച് തനിക്ക് വേണം എന്നാവശ്യപ്പെട്ടു. തനിക്കൊരു യാത്ര പോകാനുണ്ട്, അങ്ങനെ യാത്ര പോകുമ്പോൾ കുറേയേറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതുകൊണ്ടാണ് ഈ പണം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഹിരണ്യഗുപ്തൻ പറഞ്ഞു, ഏത് വരരുചി എന്ന് പേരുള്ള ഒരാളെ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഒരാൾ എൻ്റെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഉപഘോഷ പറഞ്ഞു, എന്നോട് അങ്ങനെ അല്ലല്ലോ വരരുചി പറഞ്ഞിട്ടുള്ളത്, വരരുചി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പണം മുഴുവൻ അദ്ദേഹം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഹിരണ്യഗുപ്തൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേട്ടോണം, എൻ്റെ കയ്യിൽ പണമില്ല. അഥവാ നീ എൻ്റെ ഭാര്യയാകാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ കയ്യിൽ വരരുചി എത്രയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ 100 ഇരട്ടി പണം തരാം. എനിക്ക് വേണ്ടി എത്ര പണം ചിലവഴിക്കാനും എനിക്കൊരു മടിയുമില്ല. ഇത് കേട്ടപ്പോൾ ഉപഘോഷ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ വരരുചി ഏൽപ്പിച്ചതിനേക്കാളും കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്, അപ്പോൾ വരരുചി നിങ്ങളുടെ കയ്യിൽ പണം ഏൽപ്പിച്ചു എന്നുള്ളത് സത്യമല്ലേ? അയാൾ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ കാര്യങ്ങളൊന്നും പറയൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്ക്, അപ്പോൾ ഞാൻ പണം തിരിച്ചു തരാം, അതല്ലാതെ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഉപഘോഷ പറഞ്ഞു, വരരുചി എഴുതി ഉണ്ടാക്കിയ ഒരു ഉടമ്പടി ഒന്നും ഒപ്പിടാതെ പോയതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പറയുന്നത്. എന്നോട് ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ വരരുചി വരുമ്പോഴും ആ പണവും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല, നിങ്ങളൊരു ദുഷ്ടനാണ്. അപ്പോൾ ഹിരണ്യഗുപ്തൻ പറഞ്ഞു, ഞാൻ ദുഷ്ടനാണോ നല്ലവനാണോ എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, നീ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ് എന്നെനിക്ക് മനസ്സിലായി. നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ ജീവിതം കഷ്ടത്തിലാക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയാലോ, ഞാൻ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ്. ഇത് ഇയാളെ പിണക്കുന്നത് ശരിയല്ല, അയാൾ തന്നെ ഉപദ്രവിക്കും എന്ന് ഉപഘോഷയ്ക്ക് തോന്നി. ഉപഘോഷ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വസന്ത പഞ്ചമിയുടെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാം. ഒരു വിവാഹ കാര്യമല്ലേ, കൂടുതൽ ചർച്ചകൾ ചെയ്യാതെ നടത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഈ കച്ചവടക്കാരനായ ഹിരണ്യഗുപ്തൻ വസന്ത പഞ്ചമിയുടെ പിറ്റേന്ന് ഉപഘോഷയുടെ വീട്ടിൽ ചെല്ലാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഉപഘോഷ വളരെ വിഷമത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. 4 പേര് പല സമയങ്ങളിലായിട്ട് വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരെയും കൂടെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് അവൾ കുറേ നേരം ചിന്തിച്ചു. അവസാനം അവൾ തൻ്റെ വീട്ടിലെ കുറേ ജോലിക്കാരായ സ്ത്രീകളുണ്ടായിരുന്നു, 3-4 പേരുണ്ട്. അവരെ ഇവളുമായിട്ട് വളരെ അടുപ്പമുള്ളവരും വിശ്വസ്തരുമായിരുന്നു. അവരെ വിളിച്ചിട്ട് വലിയൊരു ഉരുളി നിറയെ കൺമഷി കൊണ്ടുവരാൻ പറഞ്ഞു. അത്രയധികം കൺമഷി ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണ്, കാരണം കൺമഷി ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. വിളക്ക് കത്തിച്ച് നെയ്യോ നല്ല എണ്ണയോ ഒക്കെ ഒഴിച്ച് നല്ല മരുന്നുകൂട്ടിൽ മുക്കി ഉണക്കിയ തുണി കത്തിച്ച് ആ കരി പിടിച്ചെടുത്തിട്ടാണ് ഈ കൺമഷി ഉണ്ടാക്കുന്നത്. അത് നല്ല എണ്ണമയമായിരിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഉരുളി നിറയെ കൺമഷി ഉണ്ടാക്കി. അതിനുശേഷം ഉപഘോഷ ആ കൺമഷിയിൽ കുറേ ചന്ദനവും കുറച്ച് പനിനീരും ഒക്കെ തളിച്ച് അതിന് നല്ല മണം വരുത്തി. അങ്ങനെ വസന്ത പഞ്ചമി ദിവസം വന്നു. ഇവരുടെ വീട്ടിൽ വലിയൊരു പത്തായമുണ്ടായിരുന്നു. ഈ പത്തായം നല്ല വലിപ്പമുള്ളതാണ്. ഉപഘോഷ തൻ്റെ ജോലിക്കാരെ വിളിച്ചിട്ട് ഈ പത്തായം എടുത്ത് അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള മുറിയിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരോടും വളരെ ബുദ്ധിമുട്ടി ഈ പത്തായം പൊക്കിയെടുത്ത് അതിഥികളുടെ മുറിയിൽ കൊണ്ടുവച്ചു. അങ്ങനെ രാത്രിയായി. സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും മന്ത്രി പതുക്കെ ഉപഘോഷയുടെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം വന്നപ്പോഴേക്കും ഉപഘോഷയുടെ ജോലിക്കാരായ സ്ത്രീകൾ വാതിക്കൽ ചെന്ന് കാലൊക്കെ കഴുകി അയാളെ സ്വീകരിച്ചു. അകത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു, വസന്ത പഞ്ചമിയല്ലേ, ഉപഘോഷ പ്രാർത്ഥനയിലാണ്, അങ്ങ് കൊട്ടാരത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയല്ല ചെയ്തത്. ഞങ്ങളുടെ വീട്ടിൽ വസന്ത പഞ്ചമി പൂജ നടക്കുകയാണ്. ഈ പൂജ കുറച്ച് നേരം നീണ്ടു നിൽക്കും, അതുകൊണ്ടാണ് ഞങ്ങളുടെ യജമാനത്തി ഇങ്ങോട്ട് വരാതിരുന്നത്.
അപ്പോൾ അങ്ങും കൂടെ പൂജയിൽ പങ്കെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് മരുന്ന് കൂട്ടൊക്കെ തേച്ചൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് അങ്ങോട്ട് വരണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇദ്ദേഹത്തെ അതിഥി മുറിയിലേക്ക് കൊണ്ടുപോയി. അതിഥി മുറിയിൽ അവർ നേരത്തെ നമ്മളെ കൺമഷി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ മന്ത്രിയോട് പറഞ്ഞു, അങ്ങയുടെ ദേഹത്തൊക്കെ ഞങ്ങൾ ഈ കുഴമ്പ് പുരട്ടിത്തരാം, എന്നിട്ട് അങ്ങൊന്ന് കുളിച്ചോളൂ. കുളിച്ച് കഴിയുമ്പോഴേക്കും വസന്ത പഞ്ചമി പൂജയ്ക്ക് പോകാനുള്ള സമയമാവും. അങ്ങനെ മന്ത്രി അവിടെ ഒരു പീഠത്തിൽ ഇരുന്ന് കൊടുത്തു. ഈ സ്ത്രീകൾ അടുത്ത് ചെന്ന് മന്ത്രിയുടെ തലപ്പാവൊക്കെ ഊരി മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലും മുഖത്തും കയ്യിലും തോളിലുമൊക്കെ ഈ കൺമഷി, സുഗന്ധദ്രവ്യങ്ങളുള്ള കൺമഷി വാരി തേച്ച് തുടങ്ങി. മന്ത്രിക്ക് ഇത് കൺമഷിയാണെന്ന് മനസ്സിലായില്ല. സന്ധ്യ കഴിഞ്ഞത് കാരണം മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ വളരെ സാവധാനമാണ് ഇവർ ഈ കുഴമ്പ് പുരട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ എണ്ണയും കൂടെ ചേർത്ത കുഴമ്പായതുകൊണ്ട് ദേഹത്ത് പുരട്ടുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നതുകൊണ്ട് മന്ത്രി അങ്ങനെ ഇരുന്നു കൊടുത്തു. അങ്ങനെ കുറേ നേരം കൊണ്ട് ഇവർ മന്ത്രിയുടെ കയ്യിലും കാലിലും തോളിലും മുഖത്തുമൊക്കെ നന്നായിട്ട് കരി വാരി പുരട്ടി. അപ്പോഴേക്കും വാതിലൊരു മുട്ട് കേട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ആരോ വാതിൽ മുട്ടുന്നു, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഒരാൾ പോയി വാതിൽ തുറന്ന് നോക്കിയിട്ട് ഓടി വന്ന് പറഞ്ഞു, അയ്യോ അത് നമ്മളുടെ കൊട്ടാരത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹം നമ്മുടെ വരരുചിയുടെ ഒരു സുഹൃത്തായിരുന്നു. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യം പറയാൻ വന്നതായിരിക്കും. അങ്ങനെ കണ്ടാൽ ആകെ അബദ്ധമാവും, അതുകൊണ്ട് അങ്ങ് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണം. അപ്പോൾ മന്ത്രി ചോദിച്ചു, ഞാൻ എവിടെ ഒളിച്ചിരിക്കും? അപ്പോൾ അവർ പത്തായം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനകത്തിരുന്നാൽ മതി, ഞങ്ങൾ ഈ ഖജനാവ് സൂക്ഷിപ്പുകാരൻ പോയി കഴിയുമ്പോൾ അങ്ങനെ വന്ന് തുറന്നു വിടാം. അങ്ങനെ മന്ത്രി അവർ പത്തായത്തിനകത്ത് കയറ്റി പത്തായം അടച്ചു. അതിനുശേഷം ഖജനാവ് സൂക്ഷിപ്പുകാരനോടും മന്ത്രിയോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, വീട്ടിൽ വസന്ത പഞ്ചമി പൂജ നടക്കുകയാണ്, ഉപകോശ പൂജയിൽ പങ്കെടുക്കുകയാണ്. ഉപകോശയോടൊപ്പം പൂജയിൽ പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹം പ്രത്യേക കുഴമ്പൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് ചെല്ലണം. അപ്പോൾ ഈ ഖജനാവ് സൂക്ഷിപ്പുകാരനും കുഴമ്പ് പുരട്ടാൻ സമ്മതിച്ചു. ഈ സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നന്നായിട്ട് ഈ കൺമഷി, നല്ല സുഗന്ധമുള്ള കൺമഷി വാരി പുരട്ടി. അപ്പോൾ അർദ്ധരാത്രി ആയിരുന്നത് കാരണം ഇദ്ദേഹം ഇതൊന്നും കണ്ടതേയില്ല. അങ്ങനെ കുഴമ്പൊക്കെ പുരട്ടിയിരിക്കുമ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുകെട്ടു. ഒരു സ്ത്രീ ഓടിപ്പോയി വാതിൽ തുറന്ന് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അയ്യോ അത് നമ്മളുടെ ന്യായാധിപനാണ്, അദ്ദേഹം വരരുചിയുടെ സുഹൃത്താണ്, അദ്ദേഹം അകത്തേക്ക് വരുന്നുണ്ട്, അങ്ങ് എവിടെയെങ്കിലും ഒന്ന് ഒളിക്കണം. അപ്പോൾ ഖജനാവ് സൂക്ഷിപ്പുകാരൻ ചോദിച്ചു, ഞാൻ എവിടെ ഒളിക്കും? അപ്പോൾ അവർ പറഞ്ഞു, ഇതായി പത്തായത്തിൽ കയറി ഒളിച്ചാൽ മതി. അങ്ങനെ ഈ ഖജനാവ് സൂക്ഷിപ്പുകാരനെയും അവർ പത്തായത്തിനകത്താക്കി വാതിലടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ന്യായാധിപൻ വന്നു. ന്യായാധിപൻ നേരം വെളുക്കാറായപ്പോഴാണ് വന്നത്. ന്യായാധിപനോട് ഈ സ്ത്രീകൾ പറഞ്ഞു, വീട്ടിലെ പൂജ കഴിഞ്ഞിട്ടില്ല, വസന്ത പഞ്ചമി പൂജ നടക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ തന്നെ കഴിയാറായി. അപ്പോൾ കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഒന്ന് കുളിച്ച് വൃത്തിയായിരിക്കുകയാണെങ്കിൽ ഉപകോശയോടുള്ള ചർച്ചകൾ നടത്താൻ പറ്റും. അങ്ങനെ ഇദ്ദേഹത്തെയും ഇവർ അതിഥി മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ദേഹം മുഴുവൻ കൺമഷി പുരട്ടുകയും ചെയ്തു. അപ്പോൾ അതാ വീണ്ടും വാതിലിൽ മുട്ട് കേൾക്കുന്നു. അതിലെ ഒരു സ്ത്രീ ഓടിപ്പോയി വാതിൽ തുറന്നു. എന്നിട്ട് ഓടി വന്ന് പറഞ്ഞു, അയ്യോ അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനുണ്ടല്ലോ, ആ കച്ചവടക്കാരനാണ് വന്നിരിക്കുന്നത്. അയാളുടെ പേര് ഹിരണ്യഗുപ്തൻ എന്നാണ്. അയാൾ അങ്ങനെ കണ്ടാൽ വലിയ കുഴപ്പമാവും, അതുകൊണ്ട് അങ്ങ് ഒന്ന് ഒളിച്ചിരിക്കണം. അപ്പോൾ ന്യായാധിപൻ ചോദിച്ചു, ഞാൻ എവിടെ വിളിക്കും? അവർ പറഞ്ഞു, അങ്ങ് ദാ ഈ പത്തായത്തിൽ വിളിച്ചാൽ മതി. അങ്ങനെ അവർ ന്യായാധിപനെയും പത്തായത്തിനകത്ത് കയറ്റി വാതിലടച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഹിരണ്യഗുപ്തൻ അകത്തേക്ക് വന്നത്. ഹിരണ്യഗുപ്തനെ ഇവർ അതിഥി മുറിയിലേക്ക് കൊണ്ടുവന്നിരുത്തി. അയാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉപകോശ അങ്ങോട്ട് വന്നു. ഉപകോശ അതിസുന്ദരിയായിട്ട് ഒരുങ്ങിയാണ് അങ്ങോട്ട് വന്നത്. അവരുടെ സൗന്ദര്യം കണ്ടപ്പോഴേ ഹിരണ്യഗുപ്തന് വാക്കുകൾ കിട്ടാതായിപ്പോയി. അയാൾ പറഞ്ഞു, ഞാൻ ഇത്ര രാവിലെ വന്നത് എനിക്ക് നഷ്ടമായില്ല, നിന്നെപ്പോലൊരു സുന്ദരിയാണല്ലോ എനിക്ക് ഭാര്യയായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഉപകോശ പറഞ്ഞു, ശരിയാണ്, ഞാൻ അങ്ങ് വിവാഹം കഴിക്കാനൊക്കെ തയ്യാറാകുമായിരുന്നു, പക്ഷേ അങ്ങ് സത്യം പറയണം, കള്ളം പറയുന്നവരെ വിവാഹം കഴിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അങ്ങയുടെ കയ്യിൽ വരരുചി പണം ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം അങ്ങനോട് പറയണം. അപ്പോൾ ഈ കച്ചവടക്കാരൻ ചോദിച്ചു, എനിക്ക് പറയുന്നതിന് വിരോധമൊന്നുമില്ല, കാരണം ഇവിടെ തൽക്കാലം സാക്ഷികളൊന്നുമില്ലല്ലോ, നീ ആരോടെങ്കിലും പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്, അതുകൊണ്ട് നിന്നോട് മാത്രം ഞാൻ സത്യം പറയാം, വരരുചി എൻ്റെ കയ്യിൽ കുറേ പണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഉപകോശ പറഞ്ഞു, ശരി, വരരുചി നിങ്ങളുടെ കയ്യിൽ പണം ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലോ, ഇപ്പോഴല്ലേ എന്നോട് സത്യം പറയുന്നത്, അതുകൊണ്ട് ഈ വിവാഹകാര്യത്തെപ്പറ്റി എനിക്ക് കുറച്ചുകൂടി ആലോചിക്കാനുണ്ട്. ഇത് കേട്ടപ്പോൾ ഹിരണ്യഗുപ്തന് ദേഷ്യം വന്നു. ഹിരണ്യഗുപ്തൻ പറഞ്ഞു, ഞാൻ ഇത്ര രാവിലെ വന്നത് ഇത് കേൾക്കാനല്ല, നീ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചേ തീരൂ. അപ്പോൾ ഉപകോശ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി ആലോചിക്കട്ടെ, 2 ദിവസത്തിനകം ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തരാം. ഇതും പറഞ്ഞ ഒരു വിധത്തിൽ അവർ ഹിരണ്യഗുപ്തനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അതിനുശേഷം അവർ നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കാവൽക്കാരോട് രാജാവിനെ കാണണം എന്നാവശ്യപ്പെട്ടു. രാജാവിൻ്റെ മുന്നിലേക്ക് അവൾ വിളിക്കപ്പെട്ടു. അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, തമ്പുരാനെ, ഞാൻ വന്നത് ഒരു പരാതി ബോധിപ്പിക്കാനാണ്. നമ്മുടെ രാജ്യത്തെ കച്ചവടക്കാരനായ ഹിരണ്യഗുപ്തൻ എന്നെ വിവാഹം കഴിക്കാനിരുന്ന വരരുചിയുടെ പണം മുഴുവൻ അപഹരിച്ചു.
വരരുചി തീർത്ഥാടനത്തിന് പോയപ്പോൾ എന്നോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹിരണ്യഗുപ്തനോട് പോയി പണം വാങ്ങണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഹിരണ്യഗുപ്തനോട് ചെന്ന് പണം ചോദിച്ചപ്പോൾ അയാളുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. രാജാവ് ഉടൻ തന്നെ ഹിരണ്യഗുപ്തനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ സ്ത്രീ പറയുന്നത് നേരാണോ? ഇവരുടെ പ്രതിശ്രുത വരനായ വരരുചി നിങ്ങളുടെ കയ്യിൽ പണം വല്ലതും തന്നിട്ടുണ്ടോ? അപ്പോൾ ഹിരണ്യഗുപ്തൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു പണമേ കിട്ടിയിട്ടില്ല. അതിന് ആരെങ്കിലും സാക്ഷിയുണ്ടെന്ന് ഈ സ്ത്രീയോട് ചോദിക്കൂ, എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കൂ. എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അപ്പോൾ ഉപകോശ പറഞ്ഞു, തെളിവുണ്ട് തമ്പുരാനെ. എൻ്റെ വീട്ടിൽ എൻ്റെ പിതൃക്കൾ എനിക്ക് സ്വത്തായിട്ട് തന്നൊരു പെട്ടിയുണ്ട്. എൻ്റെ കുടുംബത്തിലെ പരദേവതകളെല്ലാം ആ പെട്ടിക്കകത്താണ് താമസിക്കുന്നത്. അവരോട് ചോദിച്ചാൽ അവർ സത്യം പറയും. അപ്പോൾ ഇത് കേട്ട് ഈ ഹിരണ്യഗുപ്തന് തമാശ തോന്നി. ഒരു പെട്ടിയിൽ നിന്ന് ആര് സാക്ഷ്യം പറയാനാണ്? അയാൾ ചിരിച്ചു. അപ്പോൾ രാജാവ് തൻ്റെ സേവകരെ വിളിച്ച് ഉപകോശയുടെ വീട്ടിൽ നിന്നും ഈ വലിയ പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 10-12 ജോലിക്കാർ പോയി ഉപകോശയുടെ വീട്ടിൽ നിന്നും വലിയ 10,000 താങ്ങി പിടിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉപകോശ പെട്ടിയുടെ അടുത്ത് ചെന്നിട്ട് താണു വണങ്ങി തൊഴുതു. എന്നിട്ട് ആ പെട്ടിയോട് പറഞ്ഞു, എന്നോട് സത്യം പറയണേ, ഈ കച്ചവടക്കാരൻ വരരുചിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? പെട്ടിയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല, ഒരനക്കവും ഉണ്ടായില്ല. അപ്പോൾ ഉപകോശ പെട്ടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ആരും കേൾക്കാതെ പതുക്കെ പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾ സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ ഈ സഭയിൽ വെച്ച് ഈ പെട്ടി തുറക്കുകയും നിങ്ങൾ ആരാണ് എന്നെല്ലാവരോടും പറയുകയും ചെയ്യും. അതല്ലെങ്കിൽ എൻ്റെ പെട്ടി എന്നെ ചതിച്ചു എന്ന പേരിൽ ഞാനിത് കത്തിച്ച് കളയും. എന്തായാലും നിങ്ങൾക്ക് ദോഷം വരും. അതുകൊണ്ട് വേഗം പറഞ്ഞു. അതിനുശേഷം അവൾ വീണ്ടും പെട്ടിയോട് ചോദിച്ചു, അല്ലയോ ദൈവങ്ങളെ, കുടുംബ പരദേവതേ, നിങ്ങൾ സത്യം പറയൂ, വരരുചിയുടെ പണം ഇയാൾ വാങ്ങിയിട്ടില്ലേ? അപ്പോൾ പെട്ടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഉണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇയാൾ ഉപകോശയെടുത്ത് പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്. ഹിരണ്യഗുപ്തനാകെ പേടിച്ചു പോയി. ഒരു പെട്ടിയിൽ നിന്നിങ്ങനെ ശബ്ദം കേൾക്കും എന്നയാൾ വിചാരിച്ചതേ ഇല്ല. ശരിക്കും ഈ പെട്ടിയിൽ ഉപകോശയുടെ കുടുംബത്തിലെ ദൈവങ്ങളുണ്ട് എന്ന് പേടിച്ചു പോയ അയാൾ വീട്ടിൽ ചെന്ന് താൻ വരരുചിയുടെ കയ്യിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കാൻ വെച്ചിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്ന് ഉപകോശയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം അയാൾ പോയി കഴിഞ്ഞപ്പോൾ രാജാവ് ഉപകോശയോട് ചോദിച്ചു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ പെട്ടി സംസാരിക്കുമെന്ന്. ഈ പെട്ടി എങ്ങനെയാണ് സംസാരിച്ചത്? അപ്പോൾ അവൾ ചോദിച്ചു, അങ്ങേക്ക് ഈ പെട്ടി അങ്ങനെ സംസാരിക്കണമെന്ന് ശരിക്കും കാണണോ? രാജാവ് പറഞ്ഞു, അതെ, എനിക്ക് ശരിക്കും കാണണം. അപ്പോൾ അവൾ രാജഭടന്മാരോട് ആ പെട്ടി ഒന്ന് തുറക്കാൻ പറഞ്ഞു. ആ പെട്ടി തുറന്നപ്പോൾ അതിൽ കരി പിടിച്ചിരിക്കുന്നു 3 പേര്. 3 പേരോട് രാജാവ് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ 3 പേരും പുറത്തിറങ്ങി ആകെ നാണം കെട്ടി നിൽക്കുകയാണ്. രാജാവ് നോക്കുമ്പോൾ ആകെപ്പാടെ ഒരു പരിചയമൊക്കെ തോന്നുന്നുണ്ട് 3 പേർക്കും. അവരെ ഉടൻ തന്നെ തേച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു രാജാവ്. സേവകർ വന്ന് ഇവരെ 3 പേരെയും കൊട്ടാരത്തിന് മുറ്റത്ത് കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ചു. നോക്കുമ്പോൾ ഒന്ന് മന്ത്രി, ഒന്ന് ഖജനാവ് സൂക്ഷിപ്പുകാരൻ, ഒന്ന് ന്യായാധിപൻ. രാജാവ് ഉപകോശയോട് ചോദിച്ചു, ഇവരെല്ലാം നിൻ്റെ വീട്ടിലെ പെട്ടിക്കകത്ത് എങ്ങനെ വന്നു? ഉപകോശ നടന്ന കഥയെല്ലാം പറഞ്ഞു. രാജാവിന് വലിയ അത്ഭുതം തോന്നി. ഇത്ര മിടുക്കിയായ ഒരു സ്ത്രീ തൻ്റെ രാജ്യത്തുണ്ടായിരുന്നല്ലോ, എന്നിട്ടും അവർക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടിയും വന്നല്ലോ. ഇവരെ 3 പേരെയും ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടാൻ രാജാവ് ആജ്ഞാപിച്ചു. ഉപകോശയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്താണ് രാജാവ് വീട്ടിലേക്ക് അയച്ചത്. നാട്ടിലെ ജനങ്ങളെല്ലാം ഉപകോശയുടെ ബുദ്ധിശക്തിയെ പ്രകീർത്തിച്ചു. വരരുചി വരുന്നത് വരെ അവൾ സുരക്ഷിതയായിട്ട് ആ നാട്ടിൽ കഴിഞ്ഞു. കുറേ കാലങ്ങൾക്ക് ശേഷം വരരുചി തിരിച്ചു വരികയും അവർ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് പിന്നീടുള്ള കാലം ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.